ഇന്നലെ സ്കൂളില്ലാത്തതിനെ കൊണ്ട് ഞാൻ കുറച്ച് വൈകിട്ടായിരുന്നു കേട്ടോ എണീറ്റുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എണീറ്റ് വന്നത് കൃഷ്ണനൊക്കെ ഒന്ന് തൊഴുതിട്ട്, ഞാൻ എന്നും അങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് തൊഴുതിട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് ഉള്ള വാതിലൊക്കെ ഒന്ന് തുറക്കുകയാണ്. ഞാൻ ഉമ്മറത്തെ വാതിൽ തുറന്നിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാവിലെ മഴയൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. കുറച്ചൊക്കെ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത വീട്ടിലുള്ളവരൊക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നേരത്തെ എണീക്കും. ഇപ്പം മദ്രസൊക്കെ ഉള്ള കാരണം കൊണ്ട് അവർക്ക് കുട്ടികൾക്കൊക്കെ പോകാനുള്ളതല്ലേ രാവിലെ. അപ്പോൾ അവരൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉമ്മറത്തെ വാതിലൊക്കെ ഒന്ന് തുറന്ന് വെച്ച് അതിന് ശേഷം ഇനി അടുക്കള വാതിലൊന്ന് തുറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഹരിക്കുട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ഹരിക്കുട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു, പക്ഷെ അവന് വീഡിയോയ്ക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കള വാതിലൊക്കെ വേഗം തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് സ്കൂളില്ലാത്തതിനെ കൊണ്ട് കുറച്ച് വൈകിട്ടാണല്ലോ എണീറ്റ് തന്നെ, കുറച്ച് വൈകിട്ടാണ്. അപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ചിന്നൊക്കെ എണീക്കാനും കുറച്ച് വൈകിട്ടാണ് എണീക്കുക. അപ്പോൾ അതിന് മുൻപ് എനിക്ക് എൻ്റെ കുറച്ച് പണികളൊക്കെ തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അടുക്കളയിലെ ഗ്രിൽസൊക്കെ തുറന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എനിക്ക് ആദ്യം പിന്നെ മുറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇറങ്ങുന്നത്. ഹരിക്കുട്ടൻ ആ സമയത്തൊക്കെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾ എൻ്റെ കൂടെ വീഡിയോയ്ക്ക് വരുന്നില്ല. ഞാൻ മുറ്റമൊക്കെ അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മുറ്റത്ത് ഇങ്ങനെ ഈ സമയത്തുണ്ടല്ലോ, നമ്മൾ ഈ മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ കുറേ പുല്ലും കാര്യങ്ങളും ഞാൻ എന്നും ഇങ്ങനെ കുറച്ച് പറിച്ച് അങ്ങനെ ഇടാറുള്ളതാണ് കേട്ടോ. പിന്നെ തുമ്പയൊക്കെ ഉണ്ട് മുറ്റത്ത്. തുമ്പ പിന്നെ ഞാൻ പറിക്കാതെ ഇട്ടുള്ളതാണ്. തുമ്പപ്പൂവ് ഓണമൊക്കെ വരുമ്പോൾ, ഓണം നല്ല കുറേ മരുന്നുകൾക്ക് ഒരുപാട് ആൾക്കാർ തുമ്പയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ. തുമ്പ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പം ഞാൻ തുമ്പയൊന്നും പറിച്ചിടാറില്ല. തുമ്പ അതേപോലെ തുളസി, അങ്ങനെ തുളസിയൊക്കെ ഒരുപാടുണ്ടാവും കേട്ടോ മുറ്റത്ത്. ഇങ്ങനെ നല്ല കൃഷ്ണ തുളസിയൊക്കെ നല്ല വീട്ടിലുണ്ടാവാറുണ്ട്. അപ്പം ഞാൻ മുറ്റടിയൊക്കെ ഏകദേശം കഴിയാറുണ്ട്. അപ്പോൾ അങ്ങനെ മഴക്കാറ് മൂടിയ പോലെ ഒരു കാലാവസ്ഥയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുറ്റടിക്കൽ കഴിഞ്ഞ് ഹരിക്കുട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അവന് ഞാൻ വീഡിയോ എടുക്കണമൊക്കെ നോക്കിയിട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ ഞാൻ അവനോടാണ് പറയണത്. അപ്പോൾ അവനതൊക്കെ ചിന്നുവിന് പിന്നെ ഇപ്പം ഈ സമയത്ത് എനിക്ക് കിട്ടില്ല, അത് കാരണം അവളെ വിളിച്ചിട്ടുമില്ല. ഞാൻ സിറ്റ് ഔട്ടിൻ്റെ തിണ്ടൊക്കെ ഇങ്ങനെ, തിണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളവിടേക്ക് ഇങ്ങനെ തിണ്ട് എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ തിണ്ടൊക്കെ ഞാനിങ്ങനെ കഴുകിയിടാണ്. ഫ്ലോറിൻ്റെ പണിയൊന്നും എടുക്കാത്തതിനെ കൊണ്ട് ഇങ്ങനെ കഴുകിയിടാറാണ് കേട്ടോ തിണ്ട്. പിന്നെ സിറ്റ് ഔട്ടൊക്കെ ഞാൻ പിന്നീട് തുടയ്ക്കുക ചെയ്യാം. അപ്പോൾ അതൊക്കെ കഴുകിയിട്ടിട്ട് മുറ്റടിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴുകിയിട്ടിട്ട് ഞാൻ വീണ്ടും അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരണം എന്തിനാണെന്ന് വെച്ചാൽ അലക്കാനുള്ള കുറച്ചൊക്കെ ഉണ്ട് അകത്ത്. ചിന്നുവിൻ്റെയും ഹരിക്കുട്ടൻ്റെയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അകത്ത് ബാത്റൂമിലും ഒക്കെ ഉള്ള അലക്കാനൊക്കെ ഉള്ള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ അലക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഇതൊക്കെ നമ്മളെ തൊട്ടടുത്തുള്ള വീടുകളാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിച്ചിട്ടും ഞാൻ അലക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ട്, അപ്പുറത്ത് അവർ താഴെ വീട്ടിലും അവരൊക്കെ അലക്കാനും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ടൊക്കെ ആയിരിക്കും ഞങ്ങൾ ഒരു പണിയെടുക്കുമ്പോൾ ചുറ്റുവട്ടമുള്ള എല്ലാവരും ഇങ്ങനെ കണ്ടിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരുമിച്ച് നമ്മൾ സംസാരിച്ചിട്ടൊക്കെ, അപ്പോൾ ഈ പണികളുടെയൊക്കെ സമയത്ത് ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടാണ് കേട്ടോ. തൊട്ടടുത്തൊക്കെ വീടുകളിലുള്ളതുകൊണ്ട് നമുക്ക് കുറേ സമാധാനമാണ്. ഒറ്റയ്ക്കാവും എന്നുള്ള നമ്മൾ ഒരു ഒറ്റപ്പെടലിൻ്റെ അങ്ങനെയൊന്നൊരു ഫീലിംഗ് നമുക്ക് തോന്നില്ല. കാരണം ഇവരൊക്കെ നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ളവരൊക്കെ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അവരൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും മിണ്ടിയും പറഞ്ഞിട്ടൊക്കെ ആയതുകൊണ്ട് ഏത് പണിയെടുക്കുകയാണെങ്കിലും അവരുണ്ടാവും. അവരോടൊക്കെ സംസാരിച്ചിട്ടാണെങ്കിലും അപ്പുറത്തെ വീട്ടിലാണെങ്കിലും നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം അപ്പോൾ ഞാൻ അലക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അലക്കലൊക്കെ എളുപ്പമുള്ള പരിപാടി കേട്ടോ. അതൊക്കെ ഞാൻ വേഗം കഴിക്കും. അപ്പം ഹരിക്കുട്ടൻ അപ്പുറത്തുണ്ട്. ഞാനപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയായാലും ട്രൈപ്പോഡൊക്കെ കൊടുന്നപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാമല്ലോ. അപ്പോൾ അത് കാരണം കുറേ ആശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ അലക്കലൊക്കെ ഏകദേശം തീർന്ന് ഞാനതൊക്കെ ഉണക്കാനിടുകയാണ് കേട്ടോ. അപ്പോൾ ഹരിക്കുട്ടൻ കണ്ടോ ഇവിടെ ഉണ്ട്. അവൻ്റെ തല ചെറുതായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അവനത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ക്യാമറയൊക്കെ ഒന്ന് വന്നിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു ആൾ. അപ്പോൾ ഞാൻ അലക്കലും കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഉണക്കാനും കിടപ്പൊക്കെ ഏകദേശം കുറച്ചൊക്കെ വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വെയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അലക്കിയൊക്കെ ഇട്ട് കുറച്ചൊക്കെ ആയ സമയത്ത് കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് മഴ ചാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഉണക്കിയ സമയത്തൊക്കെ നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉണക്കലും ഇതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ചായക്കൊക്കെ വെള്ളം വച്ചു. പിന്നെ പൂരിയൊക്കെ ആയിരുന്നു. പൂരിയും പിന്നെ കിഴങ്ങ് കറിയൊക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്.
അപ്പോൾ അതിനേക്കുള്ളതൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. ചിന്നൊന്നും ഇതുവരെയും എണീറ്റിട്ടില്ല കേട്ടോ. എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊന്നും എണീറ്റിട്ടില്ല. സ്കൂളില്ലാത്ത ദിവസം അങ്ങനെയാണ്, അങ്ങനെ കിടക്കും. ഹരിക്കുട്ടൻ വന്ന് എണീറ്റ് വന്നിട്ട് പിന്നീട് ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും അവനൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെ ഞാൻ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൂരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അതൊക്കെ ഞാൻ ഈ സ്റ്റാൻഡിലുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ സുഖമായിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റും തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ തോന്നുമ്പോൾ നല്ല ഇപ്പം ഇങ്ങനെ ഒരു സൗകര്യങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ഇത് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം അതിൽ കുറേ ലാഗിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാടായിട്ട് ലോങ് വീഡിയോസും ചെയ്യണില്ല. ഷോർട്ട് വീഡിയോയിലും ചിലതിനൊന്നും ഇപ്പോൾ ഞാൻ അധികം സൗണ്ട് കൊടുക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയിട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എളുപ്പമായിരിക്കും, പക്ഷേ എനിക്ക് കുറച്ച് നമുക്ക് ഡിസ്റ്റൻസ് വന്നപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നണം. അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ സൗണ്ടുകളൊക്കെ എനിക്ക് കളിയാക്കലുകൾ കിട്ടലുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ സംസാരിക്കണത് ചിലപ്പോൾ കഥ പറയണ പോലെയാണെന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്. കുറച്ച് ബുദ്ധിമുട്ട് എനിക്കിപ്പോഴുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാലൊക്കെ റെഡി ആയിക്കോളും എന്ന് വിചാരിക്കണം സംസാരിക്കണതിനൊക്കെ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇനി ലോങ് വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കണം എന്ന് വിചാരിക്കണം. അപ്പോൾ വഴിയൊക്കെ റെഡിയാവും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. സെറ്റാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പത്തിരി പ്രസ് ഉണ്ടല്ലോ, അതിലാണ് ഞാനിപ്പോൾ പൂരിക്കുള്ളത്. വേഗം പെട്ടെന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഏകദേശം വേഗം അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന സ്റ്റാൻഡ് കണ്ടോ. അത് വയ്ക്കാൻ എനിക്ക് അപ്പുറത്ത് പാത്രം കഴുകണതിൻ്റെ അടുത്ത് വെക്കണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അന്ന് നടന്നിട്ടുണ്ടായിരുന്നില്ല, അവിടെ വെക്കാൻ പറ്റിയിട്ടില്ല. മേലെ ഗ്രിൽസിൻ്റെ ഒക്കെ ഇതുകൊണ്ട് പിന്നെ സ്റ്റാൻഡ് ഉണ്ടാക്കിയപ്പോൾ ഇത് വെക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള കറിയും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൂരിക്കുള്ള എണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കാണ് കേട്ടോ. രാവിലത്തെ കുറച്ച് കാര്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഇവരും കൂടി ഉണ്ടാകുമ്പോൾ എല്ലാം കൂടി ചിലപ്പോൾ നടക്കണില്ല. അപ്പോൾ അതാണ് ഞാൻ രാവിലത്തെ കുറച്ച് സമയം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിന്നു വന്ന് കണ്ടോ. ചിന്നു എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ ചിന്നു അറിഞ്ഞിട്ടില്ല അത് വീഡിയോ ഓണാണെന്നുള്ളത്. അത് അവളൊന്നും വന്ന് നോക്കിയത്. അപ്പോൾ ഹരിക്കുട്ടനെ കളിക്കാൻ പോകേണ്ട ധൃതിയിലും കൂടിയാണ് കേട്ടോ കഴിക്കുന്നത്. അവന് ഇതൊന്നും കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാനും കൂടിയുള്ള സമയമില്ലാണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ചിന്നു കുളിക്കാനൊക്കെ പോകാൻ റെഡിയായി നിൽക്കുകയല്ലേ, അപ്പം ഇനി വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാനും ഹരിക്കുട്ടനും കഴിക്കണതും കൂടി എടുത്തു. അപ്പോൾ പൂരി ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞങ്ങളതൊക്കെ കഴിക്കണത് എടുത്തു. പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ചൂടില്ലാത്ത വിധത്തിൽ ഞാൻ വേഗം ഒന്ന് കൊണ്ടുപോയതാണ് കഴിക്കാൻ. പക്ഷെ നല്ല ചൂടാണ്. ആ ചൂടിൻ്റെ പറ്റി പറയാണ്. ചിന്നു അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. ചിന്നും പറയണത് നല്ല ചൂടുണ്ട്. കാരണം കുറച്ച് വൈകിയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇത് റെഡിയാക്കി അപ്പം തന്നെ ചായ കുടിക്കാൻ ഇരുന്നല്ലോ. എന്നും ഇങ്ങനെ വൈകാറുള്ളതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.